വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കാൻ പോവുകയാണ്. അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മാറിയിട്ടുള്ള സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അപ്പോൾ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ഇവിടെ കൊടുത്തുള്ള നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നമ്മുടെ കോഴ്സിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിലബസിലെ എല്ലാ മൊഡ്യൂളുകളുടെയും ടോപ്പിക്കുകൾ അനുസരിച്ചുകൊണ്ടുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മോഡൽ എക്സാമുകളുണ്ട്, ടോപ്പിക് വൈസ് ഡെയിലി എക്സാം നടക്കുന്നുണ്ട്. അതിൽ വേറൊരു സെപ്പറേറ്റ് ഗ്രൂപ്പിലായിരിക്കും. നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ അതും കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇതിന്റെ റിവിഷൻ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും PYQ ഡിസ്കഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെയുള്ള നമ്പറിലേക്ക് നിങ്ങൾ പേരും ജില്ലയും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ ഇന്നത്തെ പുതിയ സീരീസിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 5 മുതൽ 10 വരെയുള്ള പുതിയ പാഠപുസ്തകങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു പാഠപുസ്തകങ്ങളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ കുറച്ച് പുതിയ കാര്യങ്ങൾ, കുറച്ചല്ല കൂടുതൽ പുതിയ കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട്, ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ ഒരു സ്റ്റഡി നോട്ട് തയ്യാറാക്കുന്നത് 5ാം ക്ലാസ് മുതൽ 10 വരെയുള്ള ഈ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ആ പാഠപുസ്തകങ്ങളിൽ നിന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ നോട്ടിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ പ്രിന്റ് എടുക്കാനുള്ള നോട്ടൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും, നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ കാണിച്ച നമ്പറിൽ നിങ്ങളുടെ പേര് ജില്ലയും മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നമുക്കൊരു പബ്ലിക് ടെലഗ്രാം ചാനൽ ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് ഇവിടെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ കയറി നിങ്ങൾക്ക് നമ്മുടെ പബ്ലിക് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 5ാം ക്ലാസ്സിലെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ സാമൂഹ്യശാസ്ത്രം ഭാഗം 1 സ്റ്റാൻഡേർഡ് 5. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. നിങ്ങൾ 2024 ഈ ഒരു പുസ്തകത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ദേശീയഗാനമൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയഗാനമൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ പ്രതിജ്ഞ ഒക്കെ കാണാതെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്, എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. നമുക്കിവിടെ ഇതാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിലെ 6 അധ്യായങ്ങളാണ് ഉള്ളത്. ഒന്ന് പീലിയുടെ ഗ്രാമം, ഭക്ഷണവും മനുഷ്യരും, തൊഴിൽ വൈവിധ്യങ്ങൾ, വസ്ത്രത്തിന്റെ നാൾവഴികൾ, വരയ്ക്കാം വായിക്കാം, ജനങ്ങൾ ജനങ്ങളാൽ. നിങ്ങൾ നോക്കുക, ഒരു 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ പഠിക്കാനുള്ളതാണ്. ഞാനിതിന്റെ ഈ ഒരു ആദ്യത്തെ 6 ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു നോട്ട് തയ്യാറാക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. എന്നാൽ ഇവിടെ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കുമ്പോൾ ഈ ഒരു പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന അധ്യായത്തിൽ അത്ര കാര്യമായിട്ടൊന്നും എന്തില്ല, നമുക്ക് പഠിക്കാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖമൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കുന്നുണ്ട്. ഇവിടുന്നൊക്കെ എന്തായാലും 1-2 ചോദ്യങ്ങളൊക്കെ ഈ ഒറ്റ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ പല പരീക്ഷാ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ കൃത്യമാണ്. നിങ്ങൾ അതിന്റെ താഴ്ഭാഗത്തൊക്കെ ഒരു പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 1976 42ാം ഭേദഗതി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചു നോക്കുക. അതൊക്കെ ഞാൻ നോട്ടിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ വളരെ നമുക്ക് പഠിക്കാനുള്ള പോയിന്റുകളൊന്നുമില്ല. ഒരു 4 വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉള്ള കുട്ടികളെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ അവര് സ്കൂളിൽ നിന്നൊരു യാത്ര പോകുന്നതും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകളെ കുറിച്ചും അവരുടെ അഭിരുചികളെ കുറിച്ചും അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് കുട്ടികളിൽ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാനാണ്. നമ്മളെല്ലാവരും ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സമൂഹത്തിൽ പരസ്പര ആശ്രയത്തോട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും മറ്റുള്ള ആളുകളെ മനസ്സിലാക്കണമെന്നും അങ്ങനെ വളരെ നല്ലൊരു ആശയമാണ് ഈ ഒരു അധ്യായം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ പഠിക്കാനൊന്നുമില്ല. ഇവിടെ കുറച്ച് അതിഥി തൊഴിലാളികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ നിന്നൊക്കെ കൂടുതൽ ചോദ്യം നോക്കട്ടെ. ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് ഏത് സംസ്ഥാനത്താണ് അതിഥി തൊഴിലാളികൾ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പൊ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. കാരണം അവിടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കുട്ടിയെ കുറിച്ച് അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ കൂടുതൽ പേരും കുടുംബമായി എത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ കൂടുതലായിട്ടൊന്നും ഈ ഒരു അധ്യായത്തിൽ പഠിക്കാനില്ല. അപ്പോൾ അവരുടെ ഓരോ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നേരെ ഈ ഫസ്റ്റ് അധ്യായം കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ സംഭാഷണങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ ഓരോ സാഹചര്യത്തിലും ഓരോ കുട്ടികൾ അവരുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ആദ്യത്തെ ഒരാളുടെ വീട്ടിലുള്ള അനുഭവം അല്ല രണ്ടാമത്തെ വീട്ടിലുള്ളത്. അവരുടെ ജീവിത രീതിയും ഭക്ഷണവും അവരുടെ സംസ്കാരത്തിലും ഒക്കെ എന്തുണ്ട്, മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിലൂടെ കുട്ടികളിലേക്ക്
എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ നല്ലൊരു അധ്യായമാണ്. പക്ഷെ ഇവിടെ നമ്മുടെ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നോക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊന്നും കാര്യമായിട്ട് പഠിച്ചു വെക്കാനില്ല. എന്നാൽ ഇനി രണ്ടാമത്തെ അധ്യായം ഭക്ഷണവും മനുഷ്യരും. അപ്പൊ ഇനി ഞാൻ ടെക്സ്റ്റ് ബുക്ക് അല്ല ഇനി പോകുന്നത്, നേരെ നമ്മുടെ നോട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, ആ നോട്ടിൽ നമുക്ക് പഠിച്ചു വെക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് നമ്മുടെ നോട്ട് കിട്ടുക. അപ്പോൾ ഈ നോട്ടൊക്കെ നിങ്ങൾക്ക് കോഴ്സ് ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ വിശദമായിട്ടുള്ള നോട്ടായിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അവൈലബിൾ ആവുക. അപ്പോൾ സൂചിപ്പിച്ച പോലെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഭാരതത്തിന്റെ ആമുഖം, ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖം, ആ ഒരു ഭാഗം ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദേശീയ ഗാനം, അതുപോലെ തന്നെ നമ്മുടെ പ്രതിജ്ഞയൊക്കെ എന്ത് ചെയ്യുക നിങ്ങളത് കാണാതെ പഠിക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം, അപ്പൊ ഇവിടെ പരമാധികാര സ്ഥിതി സമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇങ്ങനെ 5 കാര്യങ്ങളുണ്ട്. പരമാധികാരം, ആദ്യം പരമാധികാരം, 2 സ്ഥിതി സമത്വം, മൂന്നാമതായിട്ട് പറയുന്നത് മതേതരം, നാലാമതായിട്ട് ജനാധിപത്യം, അഞ്ചാമതായിട്ട് റിപ്പബ്ലിക്. ഇങ്ങനെ ഇതിന്റെ ഓർഡറൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ആദ്യം ഏതാണ് പരമാധികാരം, രണ്ടാമത് സ്ഥിതി സമത്വം എന്ന് പറയുന്നു, മൂന്നാമത് മതേതരം, നാലാമത് ജനാധിപത്യം, അഞ്ചാമത് റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സമത്വവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാവർക്കും ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഈ പരമാധികാര സ്ഥിതി സമത്വം മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ഇവിടെ ഒരു 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതെന്താ പറയുന്നത്, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. 1976 ഭരണഘടന, അതായത് 42ാം ഭേദഗതി ആക്ട് 2ാം വകുപ്പ് പ്രകാരം പരമാധികാരി ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് എന്താണ്, പകരം ചേർത്താണ് അവിടെ കൊടുത്തത്. ഏതാണ്? 3/1/1973 മുതലാണിത് 3/1/1977 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. മാത്രമല്ല അതേ സമയത്ത് തന്നെ എന്തുണ്ട്, ഇവിടെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് പറയുന്നുണ്ട്. ഇവിടെ മേൽപ്പറഞ്ഞ ആക്ട് 2ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തതാണ് എന്ത്, അഖണ്ഡതയോടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് എന്ന് മുതലാണ്? 3/1/1977 മുതൽ പ്രാബല്യം. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ ഉള്ളടക്കമാണ്, SS1 ഉള്ളടക്കങ്ങളാണ്. അപ്പോ 6 അധ്യായങ്ങളൊന്ന് പീലിയുടെ ഗ്രാമം, ഭക്ഷണവും മനുഷ്യരും, തൊഴിൽ വൈവിധ്യങ്ങൾ, വസ്ത്രത്തിന്റെ നാൾവഴികൾ, വരക്കാം വായിക്കാം, ജനങ്ങളാൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞു 1ാമത്തെ അധ്യായത്തിലൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ഈ 2ാമത്തെ അധ്യായം ഭക്ഷണവും മനുഷ്യരും ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഈ ഒരു അധ്യായം തുടങ്ങുന്നത് തന്നെ 2016 ലോക ഭക്ഷ്യദിനവും അതിന്റെ സന്ദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്കിവിടെ അത് പഠിച്ചു വെക്കണം. എന്നാണ് ലോക ഭക്ഷ്യദിനം? ഒക്ടോബർ 16. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പഠിച്ചു വെക്കാനുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് ഇത്, ലോക ഭക്ഷ്യദിനം. ഇതുപോലെ തന്നെ ദിനങ്ങളൊക്കെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്ടോബർ 16 ഇത് ലോക ഭക്ഷ്യദിനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2023 തീമുകൾ, കാരണം തീമുകളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. 2023 പ്രമേയം എന്തായിരുന്നു? ജലം ജീവനാണ്, അന്നമാണ്, ആരെയും പിന്നിലാക്കരുത്. വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ്, ലീവ് നോ വൺ ബിഹൈൻഡ്. അതുപോലെ 2024 തീം, അന്നത്തെ പ്രമേയം എന്തായിരുന്നു? മെച്ചപ്പെട്ട ജീവിതത്തിനും മെച്ചപ്പെട്ട ഭാവിക്കും വേണ്ടിയുള്ള ഭക്ഷണത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. ഇതാണ് 2024. ഇനിയിപ്പോ 2025 തീം വന്നിട്ടില്ല, കാരണം ഇതിപ്പോ നമ്മുടെ ജൂലൈ മാസമാണല്ലോ. അപ്പൊ ഒക്ടോബർ 16 ആ സമയത്തൊക്കെ അന്നത്തെ തീം എന്താണെന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. കാരണം അതൊക്കെ നമുക്ക് എവിടെയും പ്രതീക്ഷിക്കാം. GK കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിന്റെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു നോക്കാം. അപ്പൊ ഒക്ടോബർ 16 എന്ത്, ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ പഴയ ടെക്സ്റ്റ് ബുക്കിലും പഠിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും പുതിയ പുസ്തകത്തിൽ പറഞ്ഞത് കൊണ്ട് നമ്മളിവിടെ ഇതൊന്നുകൂടി
അതിലെ പോയിന്റുകൾ പഠിച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ ആ ചിത്രത്തിൽ നമുക്ക് കാണാം, ആദിമകാലത്ത് മനുഷ്യർ ഭക്ഷണം ശേഖരിച്ചിരുന്നു, വേട്ടയാടൽ ഉണ്ടായിരുന്നു, കല്ലുകളുടെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, അഗ്നിയുടെ ഉപയോഗം ഉണ്ടായിരുന്നു, കൂട്ടായ പ്രവർത്തനം, പ്രകൃതിയെ ആശ്രയിച്ചുള്ള ജീവിതമായിരുന്നു എന്നുള്ളത്. അതുപോലെ വേട്ടയാടലുടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക. കായ്കനികളുണ്ട്, വേരുകൾ, കിഴങ്ങുകൾ, വന്യമൃഗങ്ങളുടെ മാംസം, മാത്രമല്ല മത്സ്യം, പ്രാണികളൊക്കെയാണെന്ത് അവരുടെ ഭക്ഷണമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ഇനി തീയും ഭക്ഷണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തീയുടെ കണ്ടുപിടുത്തത്തെ കുറിച്ചാണ് പറയുന്നത്. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുള്ള സുപ്രധാന മാറ്റങ്ങളിലൊന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച് ആദ്യത്തെ വേവിച്ച ഭക്ഷണം. ഓക്കെ, അപ്പോൾ തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവും ഒക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളിലും കിഴങ്ങുകളിലും ചുട്ടു തിന്നാൻ തുടങ്ങി. അതുപോലെ ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബേസ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇത്രത്തോളം ഇതിൽ പോയിന്റുകൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, തീയുടെ ഉൽപാദനവും നിയന്ത്രണവും ഒക്കെ അന്നുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാക്കുന്നത് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് അവർ നേടിയിരുന്നത്. അപ്പൊ അന്നത്തെ ഒരു ആദിമ മനുഷ്യന്റെ ആ ഒരു പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. അപ്പൊ എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? ഒന്നെന്താണ്? ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ്, ഭക്ഷണ ദൗർലഭ്യം, ജനസംഖ്യ വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങളുണ്ട്, കാലാവസ്ഥാ വ്യതിയാനങ്ങളുണ്ട്, സ്ഥിര താമസത്തിനുള്ള ആഗ്രഹം, സസ്യങ്ങളെയും മൃഗങ്ങളെയും പറ്റിയുള്ള അറിവ്, വിഭവങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാനുള്ള കഴിവ്. അപ്പൊ ഇനി മനുഷ്യര് ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റമാണ്. കാലക്രമേണ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കാനും ഒരു തുടങ്ങി. ഭക്ഷണാവശ്യത്തിനായിട്ട് അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആടാണ്. ഇതൊക്കെ ഒരു ചോദ്യമാണ് കേട്ടോ. ആദിമ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനായിട്ട് അവർ ആദ്യം ഇണക്കി വളർത്തിയത് എന്താണ്? ആടിനെയാണ്. അതുപോലെ ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. ആടും ചെമ്മരിയാടും കേട്ടോ. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗം ഏതാണ്? അത് നായയാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റുകളാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് നോക്കണം. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതാണ് ആര്? നായ, അല്ലാതെ ആടല്ല. മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയതാണ് ആടും ചെമ്മരിയാടൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടാനും കാവലിനായിട്ട് നായകളൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റും ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ പാറ പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകുന്നത് അവർ കണ്ടു. വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുമെന്നുള്ളതും എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തെരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റാണ്. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായി ലഭ്യമായിരുന്നത് നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നദീതട സംസ്കാരങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്നു നദീതടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥാപിച്ചു? സ്ഥിരവാസം ആരംഭിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുണ്ടാവുക? ഒന്ന്, കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ട ആവശ്യം അവർക്ക് വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം അവർക്ക് ലഭിച്ചു.
ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയൊക്കെയാണ് സഹായകമായിട്ടുണ്ടാവുക? ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ആൻസർ ആണ് അവിടെ കൊടുക്കുന്നത്. ഒന്ന് ജലലഭ്യത, ഫലഭൂഷ്ടമായ മണ്ണ്, ഗതാഗതം, ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യത, അതുപോലെ തന്നെ അവർക്കുള്ള സംരക്ഷണം, മൃഗപരിപാലനം. ഇനി പറയുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ഓക്കെ, ഇത് രണ്ടാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഈ അധ്യായം? ഭക്ഷണവും മനുഷ്യരും എന്ന അധ്യായത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആദ്യ മനുഷ്യർ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിലധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമായി വന്നിരുന്നു. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്ത് ചെയ്യണം? എന്തിലൊക്കെ ആയിരിക്കാം അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. അതിലൊന്ന് മൺപാത്രങ്ങളുണ്ട്, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുമെന്നാണല്ലോ മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. അപ്പൊ അവർ മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ആദ്യകാല കാർഷികോപകരണങ്ങളാണ് കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു ആദ്യകാല മനുഷ്യരുടെ കാർഷികോപകരണങ്ങൾ. മണ്ണിളകി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. പിന്നീടാണല്ലോ വെങ്കലത്തിന്റെ ഒക്കെ കണ്ടുപിടുത്തങ്ങളും ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ കുറിച്ച് പറയുന്നു, ഇരുമ്പ് യുഗ സംസ്കാരങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിനു മുന്നേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സുകളും നോട്ടുകളൊക്കെ നമ്മൾ കോഴ്സ് ഗ്രൂപ്പിൽ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ധാന്യപ്പുരയെ കുറിച്ച് പറയണം. ധാന്യപ്പുരയെ കുറിച്ച് പറയുമ്പോൾ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്ന സിന്ധു നദിയുടെ സംസ്കാരം അഥവാ ഹരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഇത് ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടി ഉണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്കാണ് വരാൻ പോകുന്നത്. ഇവിടെ ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവരെന്ത് ചെയ്യുന്നു? അവർ ഉൽപ്പാദിപ്പിക്കുന്നു, അവർ ധാന്യപ്പുരകളിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഭക്ഷ്യവസ്തുക്കൾ അവർ കൈമാറ്റം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായിട്ട് സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും അവരന്ന് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് അവർ കൈമാറിയിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ. ഇപ്പൊ ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റ് ഭക്ഷ്യവസ്തുക്കൾ വനവിഭവങ്ങൾ അവർ സ്വീകരിച്ചിരുന്നു. അപ്പൊ വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ അവർ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർ കൈമാറുകയും ചെയ്തിരുന്നു. അപ്പൊ ഇനി കൈമാറ്റ സമ്പ്രദായത്തെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താണ്? നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇതാണ് ബാർട്ടർ സമ്പ്രദായം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ ഇതൊന്നും നോക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾ ഇടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കൈമാറ്റ സമ്പ്രദായം അവസാനം നഗരങ്ങൾ രൂപീകരിക്കാൻ കാരണമായി എന്നുള്ളതിന്റെ കറക്റ്റ് ഓർഡറാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ കൈമാറ്റ സമ്പ്രദായങ്ങൾ നിരവധി സമൂഹങ്ങൾ നിരവധി മാറ്റങ്ങളുടെ അതിലൊന്നാണ് സാധനങ്ങളുടെ കൈമാറ്റം എന്ത് ചെയ്യുന്നു? കച്ചവടത്തിലേക്ക് നയിച്ചു. ഈ കച്ചവടങ്ങൾ ചന്തകൾ രൂപീകരിച്ചു. സ്വാഭാവികമായിട്ട് അവിടെ കച്ചവടം, ചന്തകൾ, ഒരുപാട് ആളുകൾ വരുന്നു. ഈ ചന്തകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് ആളുകൾ താമസിക്കുന്നു. അവിടെ കാർഷിക മേഖലയിൽ വളർച്ച ഉണ്ടാകുന്നു. അങ്ങനെ അവരുടെ അന്നത്തെ
അവർ നിർമ്മാണ മേഖലയിലൊക്കെ അവരെന്ത് ചെയ്യുന്നു, കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ കച്ചവട കേന്ദ്രങ്ങൾ, ഈ ചന്തകൾ കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കച്ചവട കേന്ദ്രങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ വികസിച്ചു. അങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ എന്തായി മാറി, നഗരങ്ങളായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം എന്താണ് നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്താണ് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നു എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രാചീന കാലം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായിട്ടൊക്കെ സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ റോമക്കാര്, ചൈനക്കാര്, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായിട്ടാണ് പ്രധാനമായിട്ടും കൈമാറ്റം നിലനിന്നിരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയായിട്ട് ഇന്ത്യക്ക് ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കളും സാധനങ്ങളുടെ കൈമാറ്റ ബന്ധം ആരൊക്കെയായിട്ടുണ്ടായിരുന്നു? ഒന്ന് റോമക്കാര്, ചൈനക്കാര്, അറബികൾ, പേർഷ്യ, ജൂതർ എന്നിവരുമായി പ്രധാനമായി കൈമാറ്റം നിലനിന്നിരുന്നു. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇന്ത്യയിൽ നിന്നും മറ്റും ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് ഏതൊക്കെയാണ്? കുരുമുളകുണ്ട്, ഏലമുണ്ട്, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയവയായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. കുരുമുളക്, ഏലം, ഗ്രാമ്പു, കറുവപ്പട്ട, ജാതിക്ക എന്നിവയുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഇത് കേരളം. അതും ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇഞ്ചി ഉൽപാദന കേന്ദ്രം ഏതാണ്? അത് കർണാടകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇഞ്ചി ഉൽപാദനം ഏതാണ്? കർണാടകയാണ്. എന്നാൽ കുരുമുളക്, ഏലം, ഗ്രാമ്പു, കറുവപ്പട്ട, ജാതിക്ക എന്നിവയുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഇത് നമ്മുടെ കേരളമാണ്. ഇപ്പൊ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് തിരിച്ചു പോയപ്പോൾ യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയതായി ചരിത്രരേഖകൾ പറയുന്നുണ്ട്. അപ്പൊ ഇതും പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. നമ്മൾ വലിയ ക്ലാസ്സിലേക്ക്, ഹൈസ്കൂളിലെ മാറിയ പാഠപുസ്തകങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ പുതിയതായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പഠിച്ചു വെക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിന്റെ 60 ഇരട്ടി വിലയുള്ള ചരക്കുകൾ കൊണ്ടുപോയതായി ചരിത്രരേഖകളൊക്കെ പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യ വിഭവങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പൊ ചിത്രങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിലാണ്, ഞാനത് അതിൽ ആഡ് ചെയ്തപ്പോൾ അതുപോലെ വന്നാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചിത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കാം. എന്തൊക്കെ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. പിന്നെ അതൊന്നും വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആഡ് ചെയ്തില്ല. ഇതാണ് ആ ചിത്രങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നോക്കേണ്ടത്, ഓക്കെ, ഇവിടെ ഈ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? പേരക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്. ശരിക്കും ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ മറ്റുള്ള പരീക്ഷകളിലൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പൊ പേരക്കയുടെ ജന്മദേശം, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം മറ്റുള്ള പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തിരിച്ചറിയൽ കാർഡ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പേരക്കയുടെ ജന്മദേശം മെക്സിക്കോ ആണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ, പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് ഇത് എത്തിച്ചത്. വിറ്റാമിൻ A, B, C തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറഞ്ഞതുകൊണ്ട് പഠിച്ചു വെക്കണം. ചിലപ്പോൾ പേരക്കയുടെ ജന്മദേശം ഏതാണ്? മെക്സിക്കോ ആണ്. ഇപ്പൊ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പേരക്കയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്ക് ക്ലൈമാറ്റിക് റീജിയൻ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞൊരു നമ്മുടെ 8ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അവിടെ ഈ ഉഷ്ണമേഖല, അവിടെയുള്ള ഫലങ്ങളെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ നമ്മൾ അതിനെ നോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, ക്ലൈമാറ്റിക് റീജിയൻ ഓഫ് ദ വേൾഡ്. അതിലും പുതിയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആ ഭാഗങ്ങളെല്ലാം. അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ ജോഗ്രഫി അതുപോലെ എക്കണോമിക്സിലൊക്കെ പുതിയ പാഠപുസ്തകത്തിലെ പോയിന്റുകളെല്ലാം അതുപോലെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഇനി ഒരു ഹിസ്റ്ററിയുടെ ഭാഗങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ഉൾപ്പെടുത്താനുള്ളത്. അപ്പോ ഇവിടെ നോക്കാനുള്ളത് ഈ ഒരു പേരക്കയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മെക്സിക്കോ ആണെന്ന് പറഞ്ഞു, ഉഷ്ണമേഖല ആപ്പിൾ ആണെന്നുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുട്ടികൾക്ക് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ഈ ഫ്രൂട്ടുകളും അവയുടെ ജന്മദേശവും അതിന്റെ പ്രത്യേകതയൊക്കെ അവരും പഠിച്ചു വെക്കണത്. അപ്പൊ അത് നമുക്കും അവിടുന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. നോക്കാം. പേരക്ക ഏതാണ്? മെക്സിക്കോ. ഉഷ്ണമേഖല ആപ്പിൾ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ എത്തിച്ചായിരുന്നു പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത്. വിറ്റാമിൻ A, B, C തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. ഇനി പപ്പായ നോക്കുമ്പോൾ എന്താണ്? മധ്യ അമേരിക്കയും തെക്കൻ മെക്സിക്കോയിലാണ്. അപ്പൊ പപ്പായ മെക്സിക്കോ തന്നെയാണ് കേട്ടോ. പ്രധാന പ്രത്യേകത എന്താണ്? പ്രഭാത ഭക്ഷണം എന്നാണ് ഈ പപ്പായയെ അറിയിച്ചത്. ഇന്ത്യയിൽ എത്തിച്ചതാരാ? ഇതും പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത്. പോഷകങ്ങൾ അത്ര നോക്കണ്ട, കാരണം നമ്മൾ എഴുതാൻ പോകുന്നത് നാച്ചുറൽ സയൻസ് അല്ല, സോഷ്യൽ സയൻസ് ആണ്. ഓക്കെ, എന്നാൽ പേരക്കൻ്റെ ഒന്ന് പഠിച്ചു വെക്കോട്ടെ. ABC ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞല്ലോ.
ബാക്കിയുള്ളത് നോക്കണ്ട, ഞാൻ ജസ്റ്റ് അത് അവിടെ ആഡ് കൊടുത്തു എന്ന് മാത്രമാണ്. ഓക്കെ, കൈതച്ചക്ക. കൈതച്ചക്കയുടെ ജന്മദേശം എവിടെയാണ്? തെക്കേ അമേരിക്കയാണ്. പ്രധാനമായിട്ട് എവിടെയാണ് കൈതച്ചക്ക? ബ്രസീൽ പരാഗ് അതിർത്തി പ്രദേശം, ബ്രസീലായിട്ട് നമുക്ക് പറയാം. എന്താ പ്രത്യേകത? പഴങ്ങളുടെ രാജാവ് എന്ന് പറയുന്നു എന്ന് ചിലപ്പോൾ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ എത്തിച്ചത് ആരാ? ഇതും പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത്. ഇനി കശുവണ്ടിയിലേക്ക് വരുമ്പോൾ എവിടെയാണ്? കശുവണ്ടി വടക്കു കിഴക്കൻ ബ്രസീലിലാണ്. പ്രധാന പ്രത്യേകത, സാമ്പത്തികമായി ഏറെ പ്രാധാന്യമുള്ളൊരു കായവർഗമാണ് ഈ കശുവണ്ടി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എത്തിച്ചത് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസാണ്. അപ്പൊ ഇതും പോർച്ചുഗീസുകാരാണ്. ഇനി മരച്ചീനിയോ? തെക്കേ അമേരിക്ക, ബ്രസീലാണ് കേട്ടോ. ഓക്കെ, പ്രധാന പ്രത്യേകത, ചില രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണ വിളയായും അന്നജത്തിന്റെ പ്രധാന ഉറവിടമാണ്. ഇന്ത്യയിൽ എത്തിച്ച ആരാ? പോർച്ചുഗീസുകാരനെയാണല്ലോ അല്ലെ ഇന്ത്യയിൽ എത്തിച്ചത്, പോർച്ചുഗീസുകാരാണ്. മരച്ചീനിയൊക്കെ. അപ്പോ ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ്. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകളാണ്, പ്രധാനമായിട്ട് പെറു ബൊളീവിയയിലേക്കാണ് ഉരുളക്കിഴങ്ങിന്റെ ജന്മദേശം. പ്രത്യേകത എന്താ? ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകളിൽ ഒന്നാണ് ഇത്, ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർ 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ വഴിയോ ബ്രിട്ടീഷുകാർ വഴിയാണ് ഇന്ത്യയിൽ എത്തിച്ചത് എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു കൂടുതൽ അറിവിലേക്ക് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. കൂടുതൽ ഇതൊക്കെ ആരാണ്? ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ച് ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒക്കെ പോർച്ചുഗീസുകാരാണ്. എന്നാൽ ഉരുളക്കിഴങ്ങ് പോർച്ചുഗീസും ബ്രസീലും ബ്രിട്ടീഷുകാരും കൊണ്ടുവന്നു എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ നോക്കുക, ഈ 5-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന ഈ 2-ാമത്തെ അധ്യായത്തിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ അവിടെ ഭക്ഷണവും മനുഷ്യരും നമ്മൾ നോക്കുമ്പോൾ ഭക്ഷണവും അസമത്വവും, ഈ ഭക്ഷണവും മനുഷ്യരും എന്ന അധ്യായത്തിൽ ഭക്ഷണവും അസമത്വവും നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്നത് റിനേസൻസിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമ്മുടെ നവോത്ഥാന നായകന്മാരും നമ്മുടെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളൊക്കെ ഒരു 5-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ 5-ാം ക്ലാസ്സിലെ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ 5-ാം ക്ലാസ്സിലെ കുട്ടി എന്തെല്ലാം കാര്യങ്ങൾ 5-ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് വല്ലത് ഓർമ്മയുണ്ടോ? ഇതൊക്കെ നിങ്ങൾ നോക്കുക, ഒരു 5-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യണം? സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ട് പഠിച്ചു വരണം. കുട്ടികൾ വലിയ വലിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വരിക എന്നൊക്കെ പറയുന്ന പോലെ കുട്ടികൾ എന്ത് ചെയ്യാണ്? കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് 5-ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷെ ഒരു 5-ാം ക്ലാസ്സിലെ കുട്ടിയെ എങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് എങ്ങനെ അവരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ അധ്യാപകരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി അല്ലെ. ഈ ചെറായി എവിടെയാണ്? എറണാകുളത്താണ്. ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത്. ഇതൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലെ, പറഞ്ഞതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. അപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിലാകുമ്പോൾ നമ്മളത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. കാരണം ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ നോക്കുക, ഈ 1917 മിശ്രഭോജനം നമുക്കറിയാം. പക്ഷെ മെയ് 29 എന്നുള്ളത് 5-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാ. മെയ് 29-ാം തീയതി ഒക്കെ നമുക്ക് നോക്കാം. ഞാനത് ആഡ് ചെയ്താണോ? അല്ലല്ലോ. നോക്കൂ, 1917 മെയ് 29 ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെന്തായാലും അത് പഠിച്ചു വെക്കണം. കാരണം ഇതൊക്കെ നമുക്ക് പാർട്ട് എയിലൊക്കെ ഈ ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മിശ്രഭോജനം? 1917 ഞാൻ പറഞ്ഞു, 1917 നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ മെയ് 29 എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, നമ്മൾ പല ആളുകൾക്കും അത് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. ഓക്കെ അല്ലേ? നമ്മൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനാണ് ഈ സമരം നടന്നത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുക്കാത്തതിനാൽ ശക്തമായ എതിർപ്പ് അദ്ദേഹം മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ഇനി പട്ടിണിയുടെ നേർക്കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, പട്ടിണിയുടെ നേർക്കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പഠിക്കാനുണ്ട്. ബംഗാളിലെ ക്ഷാമത്തിനെ കുറിച്ചൊക്കെ പറയുന്നു. ഇപ്പോൾ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ആയിരങ്ങൾ ലോകത്തിന്റെ പലയിടത്തുണ്ട്. ഇപ്പോൾ അതിരൂക്ഷമായ അരക്ഷിതാവസ്ഥ നേരിടുന്നവരുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2024 കേട്ടോ, ലോകമെമ്പാടുമുള്ള 53 രാജ്യങ്ങളിലായിട്ട് 295 ദശലക്ഷം, ഇത് ഞാൻ പോയിന്റ് ആഡ് ചെയ്തതാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല.
കാരണം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് അവിടെ വർക്കായിട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ നമ്മളതും ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തണം. അപ്പൊ 2024 ലോകമെമ്പാടുമുള്ള 53 രാജ്യങ്ങളായിട്ട് 295 ദശലക്ഷം, ഏകദേശം 29.5 കോടി ആളുകൾ അതിരൂക്ഷമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO റിപ്പോർട്ട് ചെയ്യുന്നു. 2023 അപേക്ഷിച്ച് ഇത് 13.7 ദശലക്ഷത്തിന്റെ വർധനവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അതിരൂക്ഷമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? ഒന്ന് നൈജീരിയ 31.8 ദശലക്ഷം ആളുകൾ, ഒന്ന് സുഡാൻ 25.6 ദശലക്ഷം ആളുകൾ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ 25.6 ദശലക്ഷം ആളുകൾ, ബംഗ്ലാദേശ് നിങ്ങൾ നോക്കുക 23.6 ദശലക്ഷം. ബംഗ്ലാദേശ് ഒക്കെ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്യോപ്യ ഉണ്ട്, യമൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, മ്യാൻമാർ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, അതേപോലെ സിറിയൻ അറബ് റിപ്പബ്ലിക്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കണക്കുകൾ. ഇതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ, ഈ ഡേറ്റകളൊക്കെ. പിന്നെ ഈ 10 രാജ്യങ്ങളിൽ മാത്രം ആഗോളതലത്തിൽ അതിരൂക്ഷമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്ന മൊത്തം ജനസംഖ്യയുടെ 65% ഇവിടെ ഉൾക്കൊള്ളുന്നു. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പോയിന്റ് പഠിച്ചു വെക്കണം. ആഗോള വിശപ്പ് സൂചിക ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് GHI 2024 ഇന്ത്യയുടെ റാങ്ക് 127 രാജ്യങ്ങളിൽ 105 സ്ഥാനത്താണ്. ഈ ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് എവിടെ നമുക്കിത് പ്രതീക്ഷിക്കാം. ഓക്കെ, ആഗോള വിശപ്പ് സൂചിക എക്കണോമിക്സിലൊക്കെ ആയിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് വരിക. അപ്പോൾ ആഗോള വിശപ്പ് സൂചിക ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2024 എത്രയാണ്? 127 രാജ്യങ്ങളിൽ 127 രാജ്യങ്ങൾ കേട്ടോ, 105 സ്ഥാനത്താണ് ഇന്ത്യ. 127 രാജ്യങ്ങളിൽ 105 സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്, സ്ഥാനത്ത് നിൽക്കുന്നു. പിന്നെ എന്തൊക്കെയാ? കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയ ദാരിദ്ര്യം പട്ടിണിക്കും കാരണമാകുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ അടുത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധങ്ങളിലൊക്കെ ഇത് നമ്മൾ കാണുന്നതാണ്. അവിടെയുള്ള പട്ടിണി മരണങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഈ ബംഗാളിലെ ഭക്ഷ്യക്ഷാമം എന്താണ്? ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. എന്താ പറയുന്നത്? ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം. ഈ ഡേറ്റും പഠിച്ചു നോക്കണം. 1943 ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത്. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ദശലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പോയിന്റ് പഠിച്ചു വെക്കണം കേട്ടോ. 1943 ബംഗാളിലുണ്ടായ ക്ഷാമത്തിൽ 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പൊ സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു. എല്ലാവർക്കും തുല്യമായ സമ്പത്ത് വിതരണം ചെയ്യുന്നത് എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർ പട്ടിണി കിടക്കേണ്ടതായി വരുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു അല്ലെ? അപ്പോൾ ഇതൊക്കെ കുട്ടികളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ തന്നെ ഈ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാനും, പിന്നെ മാത്രമല്ല അല്ലെ, എത്രയോ ഭക്ഷണമൊക്കെ വേസ്റ്റാക്കി കളയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ മുതിർന്ന ആളുകൾ തന്നെ ഒരുപാട് ഭക്ഷണമാണ് എന്ത് ചെയ്യുന്നത്, വേസ്റ്റാക്കി കളയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളിത് പഠിക്കുമ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. ലോകത്തിൽ എത്രത്തോളം ആളുകൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മുടെ തൊട്ടടുത്ത് ഇതൊക്കെ കിട്ടാത്ത ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് അവരെ നമ്മൾ കാണുമ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല വീടുണ്ട്, ചിലപ്പോൾ കാറുണ്ട്, വീട്ടുമുറ്റത്ത് കാറൊക്കെ ഉണ്ടാവും, പക്ഷെ വീട്ടിൽ പട്ടിണിയായിരിക്കും. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അറിയേണ്ടതുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ചോദിച്ചു. കാരണം അവർക്ക് ചിലപ്പോൾ അഭിമാന പ്രശ്നം കൊണ്ടായിരിക്കും അവർ പറയാതിരിക്കുന്നത്. അങ്ങനത്തെ ആളുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, സഹായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു ലോകത്ത് അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ഭക്ഷണത്തിന്റെ ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കാനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ അധ്യായം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എന്താണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയ മാതൃകയായ സംസ്ഥാനമാണ് ഇത് നമ്മുടെ കേരളം. ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ. ഇതിനൊരു ഉദാഹരണമാണ്.
ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 1998 മെയ് 17 മലപ്പുറം ജില്ലയിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് 1999 ഏപ്രിൽ 1 ഇത് ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഞാൻ കയ്യിൽ നിന്നിടും ഇതിൽ ആ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഈ നോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് കോഴ്സ് ഗ്രൂപ്പിലായിരിക്കും ഇതൊക്കെ നോട്ട് അവൈലബിൾ ആവുക. ഇനി ഇതിൻ്റെയൊക്കെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കോഴ്സിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പ്രൈവറ്റ് ക്ലാസ്സുകളായിരിക്കും. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള കോഴ്സിലുള്ള കൂടുതൽ ക്ലാസ്സുകളൊക്കെ പ്രൈവറ്റ് ആണ്. അത് കോഴ്സ് ഫീ അടച്ച ആളുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകൾ അവൈലബിൾ ആവുക. ഇനി നോക്കുക, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഇതൊക്കെ PSC മറ്റുള്ള പരീക്ഷകളൊക്കെ ഒരുപാട് ചോദിച്ച ചോദ്യമാണ്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നിലവിൽ വന്നത്. എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഓക്കെ, അടുത്തത് നോക്കാനുള്ളത് ഭക്ഷണവും ആരോഗ്യവും. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യമാണത് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മുടെ ശാരീരികവും മാനസികവും ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്താണ് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നത് എന്നാണ് 2023 ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റാണ്. എന്താ പറയുന്നത് നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നു. ഇപ്പൊ ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റും ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. അപ്പോൾ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത്, ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തതിലൂടെ നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ കുട്ടികളിൽ ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ അവസാനമായിട്ട് അധ്യാപകർ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി 3-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അധ്യായം 3 തൊഴിൽ വൈവിധ്യങ്ങൾ. പറഞ്ഞു 6 അധ്യായങ്ങളാണ് നമുക്കിവിടെ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിച്ചു വെക്കാനുള്ളത്. ഇനി തൊഴിൽ വൈവിധ്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് തൊഴിൽ വൈവിധ്യങ്ങൾ പഠിച്ചു വെക്കാനുള്ളത് നോക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള അധ്യായങ്ങളിലൊക്കെ പഠിക്കാനുള്ള പോയിന്റുകൾ മാത്രമായിരിക്കും ഉണ്ടാവും കേട്ടോ. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നില്ല. ആ പാഠഭാഗം നമ്മൾ വായിച്ച് ഒന്ന് മനസ്സിലാക്കി അതിൽ എന്തൊക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലമൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായിട്ട് എന്ത് ലഭിക്കുന്നു? പണം ലഭിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഏർപ്പെട്ടതിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. എന്താണ് കൂലിയും ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം? കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് ഇത് കൂലി. മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് എന്ത് എന്ന് പറയുന്നത്? ശമ്പളം എന്ന് പറയുന്നത്. അപ്പൊ ശമ്പളവും കൂലിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ 5-ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്നു. ഇനി വരുമാന സ്രോതസ്സുകളെ കുറിച്ച് പറയുന്നു. എന്താ പ്രത്യേകത? നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളുടെയാണല്ലോ. ഇപ്പൊ കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുക്കളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആസ്തികളെ കുറിച്ച് പറയുന്നു. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്ന് പറയുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ,
തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ വരുമാന സ്രോതസ്സുകൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു. ഒന്ന് കൃഷിയുടെ വരുമാനമാണ്, ഇത് വിളയാണ്. തൊഴിലിൻ്റെതോ കൂലി അല്ലെങ്കിൽ ശമ്പളം, ബിസിനസ്സിന് ലാഭം കിട്ടുന്നു, ബാങ്ക് നിക്ഷേപത്തിന് പലിശ, ആസ്തികൾക്ക് വാടക അല്ലെങ്കിൽ പാട്ടം, ഓഹരി നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതം. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായുള്ള കാര്യമാണ് ഇതൊക്കെ. എന്താണ് അവർക്ക് കിട്ടുന്ന എല്ലാം വരുമാനമായിട്ടുള്ള പറയാം. ഇപ്പൊ നമ്മൾ പൈസ പല കാര്യത്തിലിട്ട് പൈസ നമ്മൾ പറയുന്നു എന്ന് പറയില്ലേ, പൈസ ഓരോ സാഹചര്യങ്ങൾ എത്തുമ്പോഴേക്ക് അതിന് പേര് മാറുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ കൃഷിക്ക് അതിന്റെ വിളയാണ് കിട്ടുന്നത്, വിളയിലൂടെ വരുമാനം ലഭിക്കുന്നു. തൊഴിലിന് കൂലി, ശമ്പളം, ബിസിനസ്സുകാരന് ലാഭം, ബാങ്ക് നിക്ഷേപത്തിന് പലിശയാണ്, ആസ്തികൾക്ക് വാടക അല്ലെങ്കിൽ പാട്ടം, ഓരോ നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതം. ഇനി എന്താണ് വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും? ഇപ്പൊ വരുമാന സ്രോതസ്സുകളിൽ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. ഇത്തരത്തിൽ തൊഴിലുകളുടെയും തൊഴിലിതര മാർഗങ്ങളുടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. ഇനി പറയുന്നു കാർഷിക തൊഴിലുകൾ. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷിക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഓക്കെ, ഇപ്പൊ കാർഷിക തൊഴിലുകളാണ് ഇവ കേട്ടോ. ഇപ്പോ ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്. 2022-2023 ഇക്കണോമിക് റിവ്യൂ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മൊത്തം തൊഴിലുകളിൽ 46.5% ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ ആണതല്ലേ? അപ്പൊ ആ പോയിന്റും പഠിച്ചു വെക്കണേ. ഇതൊക്കെ എക്കണോമിക്സിലൊക്കെ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ചാപ്റ്ററുകൾ എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ സിലബസിന്റെ അണ്ടറിലേക്ക് പഴയ ടെക്സ്റ്റ് ബുക്ക് ചെയ്ത പോലെ നമ്മൾ ചാപ്റ്ററൈസ് ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് ഒരു പാരലൽ ആയിട്ട് 5 മുതൽ 10 വരെ മാറിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങൾ പഠിക്കേണ്ട പോയിന്റുകൾ നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നോട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ തരും. ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഇങ്ങനെ നോട്ടായിട്ട് ഓരോ ചാപ്റ്ററിലുള്ള പഠിക്കേണ്ട പോയിന്റുകൾ മാത്രം വെച്ച് തരുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ ഈസി ആയിരിക്കും. പറഞ്ഞു കോഴ്സിലാണ് ഇതൊക്കെ എന്ത് ചെയ്യുക, അവൈലബിൾ ആവുക. ഇനി കാർഷികേതര തൊഴിലുകളെ കുറിച്ച് പറയുന്നത് എന്താണ്? കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും നമുക്ക് എന്ന് പറയാം കാർഷികേതര തൊഴിലായി പരിഗണിക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വസ്തു നിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിംഗ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി എന്താണ് സ്വയം തൊഴിൽ? സ്വയം തൊഴിൽ നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം തൊഴിൽ ഏർപ്പെടുന്ന വ്യക്തി തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകൻ മാത്രമായിരിക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിലവസരങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഓക്കെ, നിങ്ങൾ സ്വയം തൊഴിൽ പദ്ധതികൾ ഏതൊക്കെയാ? നവജീവൻ പദ്ധതി, കൈവല്യ, ശരണ്യ. നവജീവൻ പദ്ധതിയുടെ ഉപഭോക്താവ് ആരാണ്? മുതിർന്ന പൗരന്മാരാണ്. കൈവല്യ ഭിന്നശേഷിക്കാരാണ്. ശരണ്യ വനിതകളാണ്. അപ്പൊ ഇവിടെ ഞാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ ഓരോ പദ്ധതികളും നമ്മൾ ചെറിയ രീതിയിലൊന്ന് വിശദീകരിക്കണം. ഇതെന്നാണ് രൂപീകരിച്ചത്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ പഠിച്ചു പോകുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോ കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, താഴെ തന്നിരിക്കുന്നവരിൽ സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഒന്നാണ് സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽദാന പദ്ധതികൾ എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 4 നമുക്കത് പഠിക്കാനുള്ളത്. അപ്പോ ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഈ നവജീവൻ പദ്ധതി, അതുപോലെ കൈവല്യ, ശരണ്യ, ഓക്കെ, അത് നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് കിട്ടുമ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ടാവും. ഇത് പ്രിന്റ് എടുക്കാനുള്ളത് ആ നോട്ടിൽ ഞാനത് ഉൾപ്പെടുത്തും. ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ
അധ്യായം 4 നമ്മൾ പോവുകയാണ്. വസ്ത്രത്തിന്റെ നാൾ വഴികൾ. ഇവിടെ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ പുല്ല്, ഇലകൾ, മരത്തോല്, അതുപോലെ തന്നെ മരവുരി, മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കിയിട്ട് വസ്ത്ര നിർമ്മാണത്തിന് ഒരു ഉപകരണങ്ങളാക്കി. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു, തുന്നുന്നത് കൽസൂചിയായിട്ട് സഹായിച്ചു. പിന്നെ മൃഗങ്ങളുടെ തോൽ, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു. ഇപ്പൊ നെയ്ത്ത് വിദ്യയിലേക്ക് പോകുമ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് ആദ്യകാലങ്ങളിൽ വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി. ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. അപ്പൊ ഇനി ഇവിടെ പറയുന്നു സിന്ധു നദീതടത്തിലെ വസ്ത്ര നിർമ്മാണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായം അണിഞ്ഞ പ്രതിമകൾ അവിടെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതപ്പെടുന്നു. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. പിന്നെ ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂൽ ഉപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിനിടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറകൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്തു നിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി. നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. ഇനി എന്താണ് പരുത്തി, ചണം, നീലത്തെ കുറിച്ചൊക്കെ പറയുന്നു. പരുത്തി എന്താ, ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഇത് പരുത്തി, കോട്ടൺ. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. ചണം, ജൂട്ടിലേക്ക് വരുമ്പോൾ ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂഷ്ടമായ ഗംഗാതീരത്താണ്. പഠിച്ചു വെക്കണം. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. നീലം, ഇൻഡിഗോ. ആദ്യകാലങ്ങളിൽ വസ്ത്രം നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടായിരുന്ന ചായ ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്ത് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ ഒന്ന് നോക്കിക്കൊള്ളുന്ന ഏതാണ്, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ അതുപോലെ തന്നെ കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം കൈത്തറി കേന്ദ്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പ്രദേശത്തൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എവിടൊക്കെയാണ്? തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി, പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം. ഓക്കെ, ഇതൊക്കെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. ശാസ്ത്ര പുരോഗതി നിർമ്മാണ രംഗത്തും പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. അപ്പൊ ചിത്രത്തിൽ കാണുന്ന സ്പിന്നിങ് ജെന്നി അത്തരത്തിലൊന്നാണ്. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്, അതിന്റെ പ്രവർത്തനം എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു 5ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, സ്പിന്നിങ് ജെന്നി. ഇപ്പോൾ ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. സ്പിന്നിങ് ജെന്നി, ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് എന്ത് കണ്ടുപിടിച്ചത്, സ്പിന്നിങ് ജെന്നി. എന്താ പ്രത്യേകത? കൈകൊണ്ടുള്ള നൂൽ ഉൽപാദനം അക്കാലത്ത് വ്യാവസായിക ആവശ്യത്തിന് തികയുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപാദനം വേഗത്തിലാക്കി. ഇപ്പൊ ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കാം, സ്പിന്നിങ് ജെന്നിയുടെ ഉപയോഗം എന്താണ്? നൂൽ ഉൽപാദനം വേഗത്തിലാക്കാനാണ്. നൂൽ ഉൽപാദനം വേഗത്തിലാക്കാൻ സ്പിന്നിങ് ജെന്നിയിലൂടെ നമുക്ക് സാധ്യമാകുന്നു. ആരാണ് കണ്ടുപിടിച്ചത്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ജെയിംസ് ഹാർഗ്രീവ്സ്. ഇപ്പോൾ ജനസംഖ്യയിലെ വർധന വസ്ത്രങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചു. പുതിയ യന്ത്രങ്ങൾ നെയ്ത്ത് വിദ്യയുടെ ഭാഗമായി. അവ മനുഷ്യപ്രയത്നം കുറച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. യന്ത്രത്തറി ആരാ കണ്ടുപിടിച്ചത്? പവർലൂം. യന്ത്രത്തറി എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, യന്ത്രത്തറി കണ്ടുപിടിച്ചത്. ഓക്കെ, പവർലൂം ആരാ കണ്ടുപിടിച്ചത്? എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ഓക്കെ, കാർട്ട്റൈറ്റ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? യന്ത്രത്തറി കണ്ടുപിടിച്ചത്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം, പഠിച്ചു നോക്കുക കേട്ടോ. അപ്പൊ എങ്ങനെയാണ് യന്ത്രത്തറി അല്ലെങ്കിൽ പവർലൂം എങ്ങനെ കണക്ട് ചെയ്യാം? എഡ്മണ്ട് കാർട്ട്റൈറ്റ്. അപ്പൊ നിങ്ങൾ അതിന് ഒരു കോഡൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സ്പിന്നിങ് ജെന്നി ആരാണ് കണ്ടുപിടിച്ചത്? ഹാർഗ്രീവ്സ് ആണ്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി. ഇത് എഡ്മണ്ട് കാർട്ട്റൈറ്റ്
ആണ് പവർ ലൂം കണ്ടുപിടിച്ചത്. ഇപ്പൊ വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിന്റെ സഹായത്താണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ യന്ത്രവൽക്കരണത്തിന്റെ ഫലമായിട്ട് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. അപ്പൊ തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവർ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിൽ എത്തിച്ചവര് വിറ്റഴിച്ചു. ഓക്കെ, ഇനി യൂറോപ്യന്മാരിലേക്ക് വരുമ്പോൾ ഭൂമിയിലെ 7 വൻകരകളിലൊന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലെ ജനത്തെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് ആര്? പോർച്ചുഗൽ, ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലാൻഡുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, ഫ്രാൻസ്. അപ്പൊ അത് ആ കറക്റ്റ് ഓർഡറിൽ നമ്മളൊരു കോഡൊക്കെ പഠിച്ചിട്ടില്ലേ? ആദ്യം വന്നത് ആരാണ് എന്നുള്ള രീതിയിൽ കച്ചവടത്തിനായിട്ട് പോർച്ചുഗീസുകാർ, പിന്നെ ആരാണ്? ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഇംഗ്ലണ്ടുകാർ, ഫ്രഞ്ചുകാർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോഡ, ബീഫെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെ? ആരാണ്? പോർച്ചുഗീസ്. ആരാണ്? ഡച്ചുകാർ. പിന്നെ ബി ആരാണ്? നമ്മുടെ ഇംഗ്ലണ്ടുകാർ, ബ്രിട്ടീഷുകാർ. അതുപോലെ ബീഫെ ഫ്രാൻസ്, ഫ്രഞ്ചുകാർ. അപ്പോൾ ആ ഓർഡറൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഇന്ത്യയിൽ ആദ്യം വന്നവർ, ഇന്ത്യയിൽ അവസാനം വന്ന ആളുകൾ ആരാണ്? ഇന്ത്യയിൽ ആദ്യം വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ ആളുകൾ ആരാണ്? അതാരാണ്? പോർച്ചുഗീസുകാരനല്ലേ, അത് ഫ്രഞ്ചുകാരല്ല. ഇന്ത്യയിൽ ആദ്യം വരികയും ഇന്ത്യയിൽ നിന്ന് അവസാനം പോയതും ആരാണ്? നമ്മുടെ പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോഡ ബീഫെ എന്നൊക്കെ ഓർത്തു, ഇതൊക്കെ എല്ലാവർക്കും അറിയാം, അത് അറിയാത്തവരാരും ഉണ്ടാവില്ല. പോഡ ബീഫെ എന്നുള്ള കോഡ് ഇന്ത്യയിൽ നിന്നുള്ള യൂറോപ്യരുടെ ആ ഒരു പഠിച്ചു വെക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് അതിൻ്റെ ഒരു ഓർഡർ ആക്കാൻ പറഞ്ഞാലോ, തന്നിട്ട് ഇന്ത്യയിൽ വന്ന യൂറോപ്യരെ ക്രമത്തിലാക്കുക, ആദ്യം വന്നവരുടെ അടിസ്ഥാനത്തിൽ ക്രമത്തിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് തരും. അവിടെയൊക്കെ നമുക്കിത് ഉപകാരപ്പെടും. അപ്പോൾ ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് അവർ കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നവരായിരുന്നു ഇംഗ്ലീഷുകാരാണ്. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. അതുകൊണ്ട് വസ്ത്രങ്ങളുടെ ആവശ്യകതയിലുണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്ത് യന്ത്രങ്ങളുടെ വികാസത്തിന് തെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. നിങ്ങൾ നോക്കൂ, യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുന്ന മാറ്റങ്ങളാണെന്ന്. വസ്ത്ര ഉൽപ്പാദനത്തിൽ വർധനവുണ്ടായി. മനുഷ്യരുടെ അധ്വാന ഭാരത്തിലുള്ള കുറവ്, വസ്ത്രങ്ങളുടെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ, വസ്തുക്കളുടെ വ്യാപനം. നിങ്ങൾ നോക്കൂ, നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളാട്ടോ ഏതെല്ലാം രീതിയിലാണ്? അപ്പോൾ പ്രകൃതിദത്ത നാരുകൾ ഉപയോഗിച്ചിരുന്നു, കൃത്രിമ നാരുകളും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിദത്ത നാരുകളൊക്കെ ജന്തുക്കളിൽ നിന്നൊക്കെയാണ്. ചെമ്മരയാൽ നിന്ന് കമ്പിണി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്നുള്ള പട്ടിന്റെ നാരും നിർമ്മിച്ചിരുന്നു. സസ്യങ്ങളോ പരുത്തി, ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തിനാരും അതുപോലെ തന്നെ ചണനാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവര് നിർമ്മിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി കൃത്രിമ നാരിലേക്ക് പോകുമ്പോൾ എന്താണ് കൃത്രിമ നാരുകൾ? പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്ന് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ച് തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. ഉദാഹരണം പോളിസ്റ്റർ, നൈലോൺ, റയോൺ ഒക്കെ കൃത്രിമ നാരുകളാണ്. എന്നാൽ ഈ ഒരു വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ പഠിക്കുന്ന ഈ അധ്യായം ഉണ്ടല്ലോ, വസ്ത്രത്തിന്റെ നാൾ വഴികളിൽ എന്തുണ്ട്? വസ്ത്രധാരണയിലെ വിവേചനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തുണ്ട്? നമുക്ക് പഠിക്കാനുണ്ട്. കണ്ടോ? അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ റിനൈൻസസിന്റെ ഭാഗമൊക്കെ ഇതിലും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ അധ്യായത്തിലും 5ാം ക്ലാസ്സിൽ ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട്, പോയിന്റ് കണ്ടോളൂ, 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിപ്പിച്ച വിളംബരത്തെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഒരു വിളംബരം കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വിളംബരത്തിലൊക്കെ പറയുന്നത് അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് തടഞ്ഞിരുന്നു എന്നാണ് ആ വിളംബരം നമ്മോട് പറയുന്നത്. അപ്പൊ അന്നത്തെ തിരുവിതാംകൂറിൽ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. അപ്പൊ അതൊക്കെ പഠിച്ചു നോക്കുക. പോയിന്റ് കണ്ടോ? തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിച്ചെന്നാൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ പറയണം തെക്കൻ കേരളത്തിലെ ചെറിയൊരു ഭാഗവും മധ്യ കേരളത്തിലെ വലിയൊരു ഭാഗവും. തെറ്റായില്ലേ? ശരിക്കും എങ്ങനെയാ? തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നത് തിരുവിതാംകൂർ.
18-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. ഇതൊക്കെ ഒരു ചോദ്യമാണ് കേട്ടോ. 18-ാം നൂറ്റാണ്ട് പകുതിയോടെ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്, ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത്? ആരാണ്? അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ കേട്ടോ. അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, പഠിച്ചു നോക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായി. ഇനി നോക്കൂ, മേൽമുണ്ട് സമരം പഠിക്കുക. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് ഇത്, മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിന് നടത്തിയ സമരമാണ് ഇത്, മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ഇനി ഗാന്ധിജിയുടെ വസ്ത്രം ഒരു സമരായുധമായിട്ട് ഗാന്ധിജി ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. നിങ്ങൾ നോക്കുക, ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി. അപ്പൊ ചർക്കയിൽ നൂൽനൂറ്റുണ്ടാകുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി ചർക്ക മാറി. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായിട്ട് ഇത് മാറി, ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിന്റെ അടയാളമായി മാറി. അപ്പൊ ഇനി സ്വദേശാഭിമാനി പത്രത്തെ കുറിച്ച് നമ്മൾ നോക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു. പഠിക്കുക എന്നാണ് 1905 ഓഗസ്റ്റ് 7. ഈ 1905 എല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് 7 കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം 1905 ഓഗസ്റ്റ് 7 ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. കണ്ടോ, അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ കിടക്കുന്നു. എന്താണ്? സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. കണ്ടോ, പോയിന്റ് കണ്ടോ? ഇത് പഠിച്ചു നോക്കണം. 2023 ഈ നമ്മുടെ ദേശീയ കൈത്തറി ദിനത്തിന്റെ തീമായിരുന്നു ഹാൻഡ്ലൂം ഫോർ സസ്റ്റൈനബിൾ ഫാഷൻ. 2024 തീമായിരുന്നു എന്ത്? വിവിങ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി ഖാദി പ്രസ്ഥാനം നമ്മൾ നോക്കുമ്പോൾ 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇത്, ഖാദി പ്രസ്ഥാനം. അപ്പോൾ വർഷം എന്നാണ് 1918 കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു. ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് വരയ്ക്കാം വായിക്കാം. അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല. നമ്മളിവിടെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇതിനേക്കാളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ജോഗ്രഫിയുടെ മാപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ഇതൊക്കെ പഠിക്കാനുണ്ട്. എന്നാൽ ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കുന്നു. വടക്ക് നോക്കി യന്ത്രമാണ് ദിശ കണ്ടെത്താൻ സാധാരണയായിട്ട് ഉപയോഗിച്ചത്. ഈ അദ്ദേഹം തുടങ്ങുന്നത് ആ ക്ലാസ്സിലെ സ്കൂളിന്റെ മാപ്പ് വരക്കാനും അതിന്റെ പരിസര പ്രദേശങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ നമുക്കൊന്നും പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അതന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, ഒരുപാട് കാര്യങ്ങളും പഠിക്കാണ്ട്. അപ്പോൾ വടക്ക് നോക്കി യന്ത്രമാണ് ദിശ കണ്ടെത്താൻ സാധാരണയായി ഉപയോഗിക്കുന്നത്. മൊബൈൽ ആപ്പുകളും ദിശ കണ്ടെത്താനായി നാം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വടക്ക് നോക്കി യന്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയാണ് സൂചിപ്പിക്കുക. ഇപ്പോൾ സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ട് കാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാപ്പ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ കേരളത്തിന്റെ മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആ ജില്ലകളൊക്കെ എവിടെ നിൽക്കുന്നുള്ളതൊക്കെ നമ്മളെല്ലാവരും നന്നാക്കി ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇന്ത്യയുടെ പുതിയ മാപ്പും അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ലഡാക്കും ജമ്മു കാശ്മീരൊക്കെ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എന്തുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അത് കുറച്ച് വളരെ വലിയ കാര്യങ്ങളാണ് പഠിച്ചു വെക്കാനുള്ളത്.
ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ മാപ്പിൽ കാണിക്കുന്ന ചിഹ്നങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഈ ചിഹ്നം എന്താ കാണിക്കുന്നത്? സംസ്ഥാന അതിർത്തിയാണ് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ജില്ലാ അതിർത്തി കുറച്ചൊരു ബോൾഡ് ആയിട്ട് വരുന്നത്. ഇത് നദിയുടെ ചിഹ്നമാണ്. ദേശീയപാത, റെയിൽവേ പാതകൾ ഇങ്ങനെയായിരിക്കും. തലസ്ഥാനം സ്റ്റാർ ഇട്ടാണ് കൊടുക്കുക. അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇതേതാണ്? ജില്ലാസ്ഥാനമാണ്. തുറമുഖം, വിമാനത്താവളം, സംസ്ഥാന പാതകൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിച്ചു വെക്കുക. ഇതിൽ സ്റ്റാർ തലസ്ഥാനമാണ് കേട്ടോ. ഇത് ജില്ലാസ്ഥാനാണ്. സംസ്ഥാന പാതകളാണ്. ഇത് ജില്ലാ അതിർത്തിയാണ്. ഓക്കെ, ഇത് ദേശീയപാതകളാണ്. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത് ദേശീയപാതയാണ്, മാറരുത്. ഇത് സംസ്ഥാന അതിർത്തിയാണ്. പിന്നെ ഇതൊക്കെ കണ്ടാൽ അറിയാലോ, വിമാനത്താവളം, തുറമുഖം, അതുപോലെ റെയിൽവേ പാളം. അപ്പൊ അതൊന്നും ചോദിക്കില്ല. എന്നാൽ മറ്റുള്ളവ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ തന്നെ എടുക്കാം. സംസ്ഥാന അതിർത്തി, ജില്ലാ അതിർത്തി, ജില്ലാസ്ഥാനം, തലസ്ഥാനം. ഇതൊക്കെ വരികയാണെങ്കിൽ തന്നെ എന്താ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കളറിലാക്കേണ്ട ആവശ്യം കൂടി ഇല്ല അല്ലേ. ഇതേപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെ പറയുന്ന കാർട്ടോഗ്രാഫി. എന്താണ് കാർട്ടോഗ്രാഫി? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്നറിയപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിന്റെ ആസ്ഥാനം. പഠിച്ചു വെക്കണം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടെന്ന് അറിയാമോ? ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇതൊക്കെ പുതിയതായി മാറി വന്നതല്ലേ. ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. പരീക്ഷകളിൽ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ എത്ര സംസ്ഥാനം, 28 29 ആകെ കൺഫ്യൂഷൻ ആവും. 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അത് 6 8 എന്നുള്ളതൊക്കെ. ഇപ്പൊ എത്രയാണ്? 28 സംസ്ഥാനങ്ങളും എന്നാണ് 8 കേന്ദ്രഭരണ പ്രദേശം. ഇനി നോക്കൂ, 2019 ഓഗസ്റ്റിലാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാസ്സാക്കിയതിനെ തുടർന്ന് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി. ഇത് 2019. ഇതോടെ സംസ്ഥാനങ്ങളുടെ എണ്ണം 29 നിന്ന് 28 കുറയുകയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 9 വരികയും ചെയ്തു. പിന്നെ ഇവിടെ സംഭവിച്ചത് കണ്ടോ, ടിസ്റ്റുകൾ കണ്ടോ ഇവിടെയൊക്കെ. പിന്നീട് 2020 ജനുവരി 26 ദാമൻ ദിയും ദാദ്ര നഗർ ഹവേലിയും ലയിപ്പിച്ചൊരു ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാക്കി. 2020 നവംബർ 26 മുതൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന നിലയിലേക്ക് എത്തി. ഓക്കെ അല്ലേ. അപ്പോൾ 2019 ഓഗസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, ജമ്മു കാശ്മീർ സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്, ജമ്മു കാശ്മീർ ലഡാക്കും ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിയതോടുകൂടി 28 സംസ്ഥാനങ്ങളായി, 29. അപ്പൊ മൊത്തം ജമ്മു കാശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശമായപ്പോൾ 7 ഉള്ളത് 9 കേന്ദ്രഭരണ പ്രദേശങ്ങളായി. പിന്നെ 2020 എന്ത് ചെയ്യുന്നു, ഈ ദാമൻ ദിയു ദാദർ നഗർ ഹവേലി ലയിപ്പിച്ച് ഒറ്റ കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ 8 ആയി. അപ്പൊ നിങ്ങളുണ്ട് ആ മാറ്റം. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒന്ന് എന്താ ചെയ്യാം, ഇപ്പൊ ഇത് 4 എടുത്തിട്ട് സ്റ്റേറ്റ്മെന്റിൽ തരികയാണ്. ഡേറ്റ് ഒക്കെ മാറ്റി തന്നു കഴിഞ്ഞാൽ 2029 ഓഗസ്റ്റ് ആണോ, സെപ്റ്റംബർ ആണോ, ഒക്ടോബർ ആണോ, ആകെ കൺഫ്യൂഷൻ ആയില്ലേ. അപ്പൊ അതൊന്നൊരു ലാഘവത്തോടെ നിങ്ങളത് ഒഴിവാക്കേണ്ടതല്ല, ശരിക്കും പഠിച്ചു വെക്കേണ്ട പോയിന്റുകളാണ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ, തലസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ, അതിന്റെ ഒരു പട്ടിക തയ്യാറാക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും പഠിച്ചു വെക്കുക. ഇതൊക്കെ നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക, നമുക്ക് തന്നെ അറിയോ നോക്കുക. ഇതൊക്കെ ബേസിക് നോളജുകളാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആന്ധ്രാപ്രദേശ് അമരാവതി, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, അസം ദിസ്പൂർ, ബീഹാർ പട്ന, ഛത്തീസ്ഗഡ് റായ്പൂർ, ഗോവ പനാജി, ഗുജറാത്ത് ഗാന്ധിനഗർ, ഹരിയാന ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് ഷിംല, ജാർഖണ്ഡ് റാഞ്ചി, കർണാടക ബംഗളൂരു, കേരളം തിരുവനന്തപുരം, മധ്യപ്രദേശ് ഭോപ്പാൽ, മഹാരാഷ്ട്ര മുംബൈ, മണിപ്പൂർ ഇംഫാൽ, മേഘാലയ ഷില്ലോങ്, മിസോറാം ഐസ്വാൾ, നാഗാലാൻഡ് കൊഹിമ, ഒഡീഷ ഭുവനേശ്വർ, പഞ്ചാബ് ചണ്ഡീഗഡ്. അപ്പോൾ ചണ്ഡീഗഡിലൂടെ പഞ്ചാബിന്റെയും വരുന്നുണ്ട് അല്ലെ. ഹരിയാന നമ്മൾ കണ്ടു, രാജസ്ഥാൻ ജയ്പൂർ, സിക്കിം, ഗാങ്ടോക്ക്, തമിഴ്നാട് ചെന്നൈ, തെലങ്കാന ഹൈദരാബാദ് തെലങ്കാനയാണ്, ത്രിപുര അഗർത്തല, ഉത്തർപ്രദേശ് ലക്നൗ, ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, പശ്ചിമ ബംഗാൾ കൊൽക്കത്ത. ഇനി നിങ്ങൾ നോക്കൂ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8 ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പോർട്ട് ബ്ലെയർ, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ. ഇപ്പൊ ദാമനാട്ടോ, ദാദ്ര നഗർ ഹവേലി ദാമൻ ദ്വീപ് ദാമനാണ്. പഠിച്ചു നോക്കുക. ഡൽഹി ന്യൂഡൽഹിയാണ്. ലക്ഷദ്വീപ് കവരത്തി, പുതുച്ചേരി ജമ്മു കാശ്മീർ, ശ്രീനഗർ വേനൽക്കാലത്ത് ശ്രീനഗറും ജമ്മു ശീതകാലത്തുമാണ്. പഠിച്ചു നോക്കുക. ലഡാക്ക് വേനൽക്കാലം, ലേ ആണ്. കാർഗിൽ ശീതകാലം. ഇനി നോക്കൂ, ഇവിടെ നിന്നുള്ളൊരു ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുക ചെയ്യാം. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ അതിർത്തി, സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അയൽരാജ്യങ്ങൾ മുതലായവ രേഖപ്പെടുത്തിയ ഭൂപടം നിരീക്ഷിച്ച് ചൂടെ തന്നുള്ള പട്ടിക പൂർത്തിയാക്കുക. നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടലാണ് ഏത്? നമ്മുടെ ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലാണ് അറബിക്കടൽ. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി.
ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഇപ്പൊ ഏതാണ്? ലഡാക്ക് ആണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ഓടി ചെന്ന് കിഴക്ക് എന്നാണ് പറയും, അല്ല വടക്ക് കിഴക്കൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? അത് സിമ്പിൾ ചോദ്യമാണല്ലോ. ഓപ്ഷൻ എ കിഴക്ക്. പിന്നെ ഓപ്ഷൻ ബി അപ്പൊ തന്നെ പോയിട്ട്, കാരണം നമുക്ക് സമയം കുറവാണല്ലോ, അപ്പൊ നമ്മളെയും കുറ്റം പറയാൻ പറ്റൂല, സമയം കുറവാണ്. പക്ഷെ ഫസ്റ്റ് തന്നെ കിഴക്ക് പോയിട്ടാണ് കറുപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? തെറ്റായി. പിന്നെ ആകുമ്പോൾ ഓപ്ഷൻ ബി വായിക്കുമ്പോഴേക്കാരം വടക്ക് കിഴക്ക് എന്ന് കാണാം. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഓടിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റൂല. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യമാണ് ഇത് ശ്രീലങ്ക. അതുപോലെ തന്നെ മാലദ്വീപ് ഒക്കെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ട് വരുന്നു. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇനി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാട്ടോ, കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ വടക്ക് പടിഞ്ഞാറ്, അഫ്ഗാനിസ്ഥാൻ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, പാക് അധീന കാശ്മീർ അതിർത്തി പങ്കിടുന്നു, ചൈന വടക്കാണ്, നേപ്പാൾ വടക്ക്, ഭൂട്ടാൻ വടക്ക് കിഴക്ക്, മ്യാൻമാർ കിഴക്കാണ്, ബംഗ്ലാദേശ് കിഴക്കാണ്. ഇനി സമുദ്രാതിർത്തി പങ്കിടുന്നത് ഇപ്പോൾ ശ്രീലങ്ക തെക്ക്, മാലദ്വീപ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. ഓക്കെ, ഇവിടെ ഉത്തർപ്രദേശിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഉത്തർപ്രദേശിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ? 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്, എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കുക. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കിടുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കേണ്ടതുണ്ട്. അത് ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്തുക. ആ 8 സംസ്ഥാനം ഏതാണെന്ന് അറിയണമല്ലോ. താഴെ തന്നിരിക്കുന്നവയിൽ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ഏത്, അല്ലെങ്കിൽ പങ്കിടുന്നവ ഏതെല്ലാം എന്നൊക്കെ ചോദ്യം വരാം. അപ്പോൾ കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് തന്നെ വിശേഷിപ്പിക്കാറുണ്ട്. എത്ര ചോദ്യങ്ങളാ. എൻ്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക്ക്. ഇതിലേതെങ്കിലും ചോദ്യം ചോദിക്കാൻ തന്നിട്ടുണ്ടാവും. എൻ്റെ പ്രധാന നഗരങ്ങളുടെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് മുതലായവയാണ്. അശോക സ്തംഭങ്ങളുടെ ശ്രദ്ധേയമായ സാരാനാഥ് എൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു. അപ്പോൾ പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ കപ്പലുകളായിട്ട് 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. അത് നോക്കുക. അപ്പൊ കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. അവിടെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായ നടത്തിയ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പൊ ഇതൊക്കെ അന്നത്തെ ഈ ഒരു മാപ്പിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ഇതിന് ശേഷമാണല്ലോ മാപ്പിനെ കുറിച്ചുള്ള പഠനങ്ങളും നമ്മുടെ വേൾഡ് മാപ്പിലേക്ക് വന്ന മാറ്റങ്ങളൊക്കെ ഈ ഒരു യാത്രയുമായി ശേഷം സംഭവിച്ച മാറ്റങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, വാസ്കോഡ ഗാമയുടെ സമുദ്ര സഞ്ചാരപാത നിരീക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. കണ്ടോ, ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ യാത്ര തുടങ്ങി ഇത്രയും ഭാഗം. നിങ്ങൾ നോക്കുക എത്ര വലിയ സാഹസികമായിട്ടുള്ള യാത്രയാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ യൂറോപ്പിന്റെ ഒരു ഭാഗത്തുനിന്ന്, യൂറോപ്പിന്റെ ഒരു പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെ തുടങ്ങണം അല്ലെ. അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പൊ നമ്മൾ ശരിക്കും പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് യൂറോപ്പിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ തുടങ്ങി ആഫ്രിക്കയുടെ ഈ ഭാഗം മൊത്തം ചുറ്റി എന്ത് ചെയ്യാണ്? കണ്ടോ, ഇവിടെ മഡഗാസ്കർ ദ്വീപ് ഇവിടെയാണ്. ഇതിന് ഇടയിലൂടെ ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പൊ അതൊരു വലിയ സാഹസികമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ്, നമുക്കിത് കാണാൻ പറ്റും. എന്നാൽ പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, 1860-കളിലൊക്കെയാണ് നമ്മുടെ സൂയസ് കനാലിന്റെ ഒക്കെ പണി. ഈ ഒരു ഭാഗത്ത് സൂയസ് കനാൽ നിർമ്മിച്ചപ്പോൾ അവർക്ക് അതിനുശേഷം വളരെ ഈസി ആയിട്ട് ഇതിൽ വരാൻ പറ്റും അല്ലേ. അപ്പൊ സൂയസ് കനാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, തന്നിട്ടുള്ള ചിത്രം നിരീക്ഷിക്കൂ. നൽകിയിരിക്കുന്ന ഭൂഖണ്ഡങ്ങളുടെ നിറം ഭൂപടത്തിൽ അതത് ഭൂഖണ്ഡങ്ങൾ നൽകൂ. നിറം നൽകിയ ശേഷം ഭൂഖണ്ഡങ്ങൾ പേരുകൂടി എഴുതി ചേർക്കുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പഠിച്ചു നോക്കുക ഏതൊക്കെയാണ് ഈ ഭൂഖണ്ഡം എന്നുള്ളതൊക്കെ. ഓസ്ട്രേലിയ, ഇന്ത്യ, ആഫ്രിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, പിന്നെ ഒരാൾ കൂടി ഇല്ലേ, അന്റാർട്ടിക്ക. ഓക്കെ, അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്ഥാനങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി പൂർണ്ണമായും സമുദ്രങ്ങൾ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ സവിശേഷതകളും പറയുന്നുണ്ട്. ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. ഇനി ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ സമുദ്രത്തിനിടയിൽ കാണപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് 6ാമത്തെ അധ്യായമാണ് ജനങ്ങളാൽ. ഭൂഖണ്ഡങ്ങൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഏകദേശം നമ്മൾ എന്ത് ചെയ്യുന്നത്, 5ാം ക്ലാസ് ഫുൾ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ അത് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. 1.5 മണിക്കൂറൊന്നും വേണ്ട.
അല്ലെ. അപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇനി ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിച്ച് അരിച്ചു കുറിക്കുക, അതിന് സമയം കളയേണ്ട ആവശ്യമില്ല. ഈ തരുന്ന ഒരൊറ്റ PDF മതി. ഇപ്പൊ നമുക്ക് 2-3 പാർട്ടൊക്കെ ആയിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ 2 പാർട്ടായിട്ട് 5 മുതൽ 7 വരെ ഉള്ളതിൻ്റെ ഒന്നും, അതുപോലെ 8 മുതൽ 10 വരെ ഉള്ളതിനൊന്നായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ മറ്റുള്ള വിഷയങ്ങൾ എക്കണോമിക്സിന്റെ ഭാഗം അതുപോലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വരുന്നത് നമ്മളത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ചാപ്റ്ററുകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള നോട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കത് പാരലായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ അധ്യായം 6 ജനങ്ങൾ ജനങ്ങളാൽ. ഇനി പൊളിറ്റിക്സിന്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് വരും കേട്ടോ. നോക്കിക്കോളുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇനി എബ്രഹാം ലിങ്കൻ എന്താ പറയുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, എബ്രഹാം ലിങ്കൻ ആണ്. എന്നാൽ ഇനി മഹാത്മാഗാന്ധി പറയുന്നതോ, ജനാധിപത്യത്തെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യവുമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. ഇപ്പൊ പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്തത് ഏതൻസ് പ്രധാന പങ്കുവഹിച്ചപ്പോൾ പ്രധാന പോയിന്റുകളെ പറയുന്നിട്ടതൊക്കെ. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ട് എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ടെസ്റ്റ് ചോദ്യമുണ്ട്. എന്നാൽ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം ഗ്രീസ് അല്ല, അതേതാണ്? യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് എവിടെയാണ്? നമ്മുടെ ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇത് ഈ പോയിന്റ് ഒന്നും ഒഴിവാക്കാനില്ല. എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, ഇതൊക്കെ ഇതേപോലൊരു ചോദ്യം എവിടെ വന്നിട്ടുണ്ട്? കഴിഞ്ഞ പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് കേട്ടോ. തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പിന്നെ പാർലമെന്റ്. ഇനി പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദാതി ഉപയോഗിച്ചത്. ഇത് അടുത്തൊരു പോയിന്റ് കിടക്കുകയാണ്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ഉപയോഗിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പും ജനാധിപത്യ ഭരണം, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് ഒക്കെ ഇംഗ്ലണ്ടാണ് രൂപം കൊണ്ടെന്ന് പഠിക്കുക. അപ്പൊ ഡെമോസ് ജനങ്ങൾ, ക്രാറ്റോസ് അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി, ജനങ്ങളുടെ അധികാരം, ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇനി എന്താണ് ഗ്രാമസഭകൾ? ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്ന് അറിയപ്പെടുന്നു. ഇനി പങ്കാളിത്ത ജനാധിപത്യം, പ്രത്യക്ഷ ജനാധിപത്യം എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് ഇത് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാവുന്നത്. പഠിച്ചു വെക്കണം. അപ്പോ കേരള നിയമസഭയെ കുറിച്ച് പറയുന്നു, നോക്കാം. കേരള സംസ്ഥാനത്തിന്റെ നിർമ്മാണ സഭയാണ് സംസ്ഥാനത്തിന്റെ നിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. ഇനി നോക്കൂ, 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുകൊച്ചി നിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടിയാണ്. നിങ്ങൾ നോക്കി, ഈ ഒറ്റ പോയിന്റ് എന്തെല്ലാം പഠിക്കാണ്ടെന്നാണ്. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1994 ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തെറ്റിപ്പോവുകയെ, നിങ്ങൾക്ക് 1904 ശ്രദ്ധിക്കുക, പോയിന്റ് കൂടെ കറക്റ്റ് ഉണ്ട്. 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുകൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അപ്പൊ ഞാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റോ കൺഫ്യൂഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നോക്കൂ, 1957 ഏപ്രിൽ 27 എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. ഓക്കെ, ഇനി ഗ്രാമസഭകളിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാവുമ്പോൾ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. കണ്ടില്ലേ, ഗ്രാമസഭകൾ ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളാവുമ്പോൾ. കാരണം ഗ്രാമസഭയിൽ നമുക്ക് നേരിട്ട് പ്രതിനിധികളാവാം. ഇപ്പൊ നിയമസഭയിൽ നടക്കുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഗ്രാമസഭകളിലും മീറ്റിങ്ങുകളിലൊക്കെ നമുക്ക് അവിടെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയാം. എന്നാൽ ഇവിടെ നിയമസഭയിലോ നമുക്ക് പോകാൻ പറ്റുമോ? ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളാണ് നമ്മളെ പ്രതിനിധികളായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇനി എന്താ പരോക്ഷ ജനാധിപത്യം, പ്രാതിനിധ്യ ജനാധിപത്യം നോക്കാം. ഇപ്പോ പ്രത്യക്ഷ ജനാധിപത്യം ഇവിടെ നോക്കുമ്പോൾ ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. ഇന്ത്യയെ പോലുള്ള
ജനസംഖ്യയും അതുപോലെ തന്നെ ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിലാണ് പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. അതിന് ഉദാഹരണ രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡ്, ലിച്ചൻസ്റ്റീൻ, തായ്വാൻ, ഇറ്റലി, ലാത്വിയ, ലിത്വാനിയൊക്കെയാണ് അതിന് ഉദാഹരണം. ഈ പരോക്ഷ ജനാധിപത്യം, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം. ജനസംഖ്യ കൂടിയ രാജ്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഉദാഹരണം പറയും പരോക്ഷ ജനാധിപത്യം: ഇന്ത്യ, യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ജപ്പാൻ, ബ്രസീൽ. ഇനി നോക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം, ഇപ്പൊ കുറച്ച് പത്രവാർത്തകൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മളത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ പോയിന്റ് ഇവിടെ കൊടുക്കുക ചെയ്യും കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നരുത്. ഞാൻ പറഞ്ഞു, നമ്മളിവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചു. അപ്പൊ നമ്മൾ കുറച്ച് പോയിന്റ് ഞാൻ കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. അതൊന്നാണ് നിങ്ങൾ നോക്കുക. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചു. അപ്പൊ നമ്മൾ പഠിക്കണം, അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യ ഭരണം അവസാനിച്ചതെന്നാണ് 2021 ഓഗസ്റ്റ് 15-നാണ്. ഇപ്പോ നിലവിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം നടത്തുന്നു. അവർ രാജ്യത്തെ ഇസ്ലാമിക എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു. അപ്പൊ എന്താ നമ്മൾ നോക്കേണ്ടത്? സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് ആണ് സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ രാജാവ്. അദ്ദേഹം 2015-ലാണ് അധികാരമേറ്റത്. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് സൗദി അറേബ്യയിലെ ദൈനംദിന ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സ്വിറ്റ്സർലാൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം. അപ്പൊ നിങ്ങൾ നോക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോയിന്റുകളാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. കരീൻ കെല്ലർ സട്ടർ 2025 പ്രസിഡന്റ് ആരാണ്? സ്വിറ്റ്സർലാൻഡിലെ ഇപ്പോഴത്തെ 2025 പ്രസിഡന്റ് ആരാണ്? കരീൻ കെല്ലർ സട്ടർ ആണ് കേട്ടോ, പഠിച്ചു നോക്കുക. വൈസ് പ്രസിഡന്റ് ആരാ? ഗെയ് പാർമെലിൻ. ഓക്കെ. ഇനി 7 അംഗങ്ങൾ ചേർന്ന സ്വിറ്റ്സർലാൻഡിന്റെ ഭരണം നടത്തുന്നത് ഫെഡറൽ ചാൻസലറായ വിക്ടർ റോസി. കൗൺസിൽ യോഗങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും വോട്ടവകാശമില്ല. അദ്ദേഹത്തെ പലപ്പോഴും 8ാമത്തെ ഫെഡറൽ കൗൺസിൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആരാണ്? വിക്ടർ റോസി കേട്ടോ. ഇനി പൂർണ്ണ ജനാധിപത്യ രാജ്യങ്ങൾ ഏതൊക്കെയാ? ഈ രാജ്യങ്ങൾ ശക്തമായ പൗരാവകാശങ്ങൾ, അതുപോലെ തന്നെ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ, നിയമവാഴ്ച, സുതാര്യവും ഭരണം എന്നിവ സാധാരണയായി കാണപ്പെടുന്നു. നോർവേ, ന്യൂസിലാൻഡ്, സ്വീഡൻ, ഐസ്ലാൻഡ്, ഡെൻമാർക്ക്, ഫിൻലൻഡ്, കാനഡ, സ്വിറ്റ്സർലാൻഡ്, അയർലാൻഡ്, നെതർലാൻഡ്, ഓസ്ട്രേലിയ, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ലക്സംബർഗ്, ഉറുഗ്വേ, കോസ്റ്ററിക്ക, ജപ്പാൻ, തെക്കൻ കൊറിയ, തായ്വാൻ, ചിലി, പോർച്ചുഗൽ, എസ്റ്റോണിയ, ചെക്ക് റിപ്പബ്ലിക്, ഫ്രാൻസ്, സ്പെയിൻ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി മാത്രമാണ് വിട്ടിട്ടുള്ളത്. ഇനി നോക്കുക ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ്. ഗവൺമെന്റിന്റെ വിമർശനങ്ങളുടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇനി നോക്കൂ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നോക്കുക, യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ എത്രയാണ്? 18 വയസ്സ്. തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ നോക്കുക. ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ നോക്കുക. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കൽ, പത്രികയുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം. ഇതിൻ്റെയൊക്കെ ഓർഡറൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഓർഡർ തന്നെ പഠിച്ചു നോക്കണം. ആദ്യം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ്, പിന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലാണ്, പത്രികയുടെ സൂക്ഷ്മ പരിശോധനയാണ്, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കലാണ്, തെരഞ്ഞെടുപ്പ് പ്രചാരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും, ഫലപ്രഖ്യാപനം. അപ്പൊ ഇവിടുന്നൊക്കെ ഏതെങ്കിലുമൊക്കെ തന്നെ ഓർഡർ ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകളിലേക്കും എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരും നിയമിക്കുന്നതാണ് രാഷ്ട്രപതിയാണ്, അല്ലാതെ ഉപരാഷ്ട്രപതി അല്ല. ഇപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. അദ്ദേഹം 2025 ഫെബ്രുവരിയിൽ രാജീവ് കുമാറിന് ശേഷം ഈ പദവിയിൽ ചുമതലയേറ്റു. അപ്പോൾ ഓക്കെ, പറഞ്ഞ പോലെ നമ്മുടെ SCRT
സോഷ്യൽ സയൻസ് പുതിയ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സീരീസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾ നോക്കൂ, 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ട്, 2 പാർട്ട് ഉണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചു വെക്കാനുള്ളത്. അപ്പം നിങ്ങൾ ഇതൊരു പുസ്തകം നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ നോട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് നിങ്ങൾക്ക് എവിടെയായിരിക്കും അവൈലബിൾ ആവുക, നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ ഇപ്പോഴും ഒരുപാട് ആളുകൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ ഡെയിലി പരീക്ഷകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിക് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കോഡുകൾ വെച്ചൊക്കെ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ ഹിസ്റ്ററിയുടെ ഒക്കെ നല്ല നല്ല ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ നിങ്ങൾ നോക്കുക, ഈ നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയൊക്കെ, അതൊക്കെ ഏറ്റവും ചെറിയ ഫീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഈ ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം 1000 രൂപയൊക്കെ അടച്ച് ബാക്കിയുള്ള ക്യാഷ് നിങ്ങൾക്ക് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം വരെയൊക്കെ നിങ്ങൾക്ക് അടക്കാനുള്ള സമയം തരുന്നുണ്ട്. ഇതൊന്നും എവിടെ നിങ്ങൾ കിട്ടാത്തതാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ എക്സാം ഗ്രൂപ്പും കോഴ്സ് ഗ്രൂപ്പും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി കോഴ്സ് ഗ്രൂപ്പ് എക്സാം ഗ്രൂപ്പ് മാത്രം ജോയിൻ ചെയ്യാനുള്ള ആളുകൾക്ക് അതിൽ സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആവും. അതിന് 1500 രൂപയാണ്. അത് 500 രൂപ അടച്ച് ബാക്കി ക്യാഷ് ഒന്നോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് അടച്ചു തീർക്കാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.